സാനിറ്റൈസർ കുപ്പി കാണിച്ചിട്ട് ഇതിന് ഈ പപ്പൻ മാഷിൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ വലിപ്പമുണ്ടോ എന്നടക്കം ചോദിച്ച് കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവർ പരാതി പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ മന്ത്രിയായിരുന്ന കെ ശൈലജ മറുപടി പറയുന്നുണ്ട്. അവർ പറയുന്ന കാര്യം, അതായത് ഈ പരാതി എൻ്റെ മുമ്പിൽ വന്നിരുന്നു. എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ ആ പരാതി വായിച്ചു നോക്കി. കൗൺസിലേഴ്സ് കുഞ്ഞിനോട് മോശമായി പെരുമാറുന്നു എന്നാണ് അതിൽ എഴുതി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഞാൻ ആ പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രിയെ പോലീസിനോട് പ്രോപ്പർ ആക്ഷൻ എടുക്കണം എന്നാവശ്യപ്പെട്ടു എന്നാണ്. ആ പരാതി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഗൗരവമുള്ളതാണെന്ന് തന്നെ ഓർക്കണം. കോടതി വിധി വായിച്ചാൽ അതിലെ ഭീതിതമായ വാചകങ്ങൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും. കുഞ്ഞിനെ എങ്ങനെയൊക്കെയാണ് അവർ പേടിപ്പിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് തന്നെ ചില വാക്കുകൾ അടർത്തിയെടുത്ത് ഈ RSS നേതാവിനെ രക്ഷിക്കാൻ എങ്ങനെയാണ് കൗൺസിലേഴ്സ് ശ്രമിച്ചത് എന്നാണ് അതിലുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ വെച്ചുകൊണ്ടാണ് മന്ത്രിയോട് പറയുന്നത്. കുഞ്ഞിൻ്റെ ഒരു ബന്ധു തന്നെ മന്ത്രിയോട് പരാതി പറഞ്ഞിട്ടുണ്ട്. സാനിറ്റൈസർ കുപ്പി കാണിച്ചിട്ട് ഇതിന് ഈ പപ്പൻ മാഷിൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ വലിപ്പമുണ്ടോ എന്നടക്കം ചോദിച്ച് കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവർ പരാതി പറഞ്ഞിട്ടുള്ളത്. ആ പരാതിയിന്മേൽ കൗൺസിലേഴ്സിൻ്റെ നടപടിയെടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല എന്ന് കെ ശൈലജ പറയുന്നു. നിയമപരമായി എന്തുമാത്രം നിൽക്കുന്ന വാദമാണത്? കെ ശൈലജ മന്ത്രിയായിരിക്കുമ്പോൾ സാമൂഹ്യനീതി വകുപ്പിന് താഴെ നിയമിച്ചിട്ടുള്ള സാമൂഹ്യനീതി വകുപ്പ് ശമ്പളം കൊടുക്കുന്ന 2 കൗൺസിലേഴ്സ് അവർ ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിക്കുകയാണ് എന്ന വിവരം പരാതിയായി പെൺകുഞ്ഞിൻ്റെ അമ്മയായ സ്ത്രീ നൽകുമ്പോൾ അത് ഞാൻ മുഖ്യമന്ത്രിക്ക് കൈമാറി. എന്തിന് കൈമാറണം? സാമൂഹ്യനീതി വകുപ്പിൻ്റെ കയ്യിലുള്ള പരാതിയിന്മേൽ നടപടിയെടുക്കാൻ സാമൂഹ്യനീതി വകുപ്പിന് കഴിയും. അത് മുഖ്യമന്ത്രിക്ക് കൈമാറേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ പോലീസ് ചോദിച്ചു, പോലീസിന് കൊടുത്തതാണ് അവരെ, അതിന്മേൽ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന വ്യാജം പറയുകയാണ് മുൻ മന്ത്രി. അങ്ങനല്ല, അവർ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കുന്നെങ്കിൽ അവരെ ശാസിക്കാൻ, അവരെ സസ്പെൻഡ് ചെയ്യാൻ, നടപടിയെടുക്കാൻ ഇപ്പോഴും കഴിയും, അപ്പോഴും കഴിയും. അത് ചെയ്തിട്ടില്ല. ശരി, മുഖ്യമന്ത്രിക്ക് ആ പരാതി കൈമാറി. മുഖ്യമന്ത്രി ആ പരാതി വേറെ ആർക്കോ കൈമാറി. എന്താ ആക്ഷൻ? 5 വർഷം പിന്നിട്ട് കോടതി ഇപ്പോഴും വിധി പ്രസ്താവത്തിൽ പറയുന്നു ഇപ്പോഴും സ്റ്റിൽ പെൻഡിങ് ആ പരാതി. അതിന്മേൽ ഇവരെടുത്ത് നടപടി എന്താണ്? നടപടിയെടുക്കാൻ കഴിയും. പോട്ടെ, കെ ശൈലജയ്ക്ക് നടപടിയെടുക്കാൻ കഴിയുമായിരുന്നില്ല, അവരല്ല അതിൻ്റെ അതോറിറ്റി അല്ല എന്നവർ പറയുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. കെ ശൈലജ ആ പരാതി മുഖ്യമന്ത്രി കൈമാറി, മുഖ്യമന്ത്രി മറ്റാർക്കോ കൈമാറി. അവരെ നടപടിയെടുത്തോ? ഇന്ന് ഈ നിമിഷം വരെ നടപടിയെടുത്തതിൽ ഒരു പേപ്പറും നമ്മളാരും കണ്ടിട്ടില്ല. കാരണം ഈ നടപടിയെടുത്തെന്ന് പറയുന്നു, ഒരു കൗൺസിലർക്കെതിരെയും നടപടിയെടുത്തതിൻ്റെ ഒരു റിലീസും സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് ഇനിയും പുറത്തിറക്കിയിട്ടില്ല എന്ന കാര്യം ഓർക്കണം, കോടതി വിധി വന്നതിന് ശേഷവും. അപ്പോൾ 5 വർഷം കഴിഞ്ഞ ശേഷം ഇവരെടുത്ത് നടപടി എന്താണ്? ഏത് പോയിന്റിലാണ് അന്വേഷിച്ചത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷിച്ചോ? അതോ മുഖ്യമന്ത്രി കൈമാറിയ DGP ഓഫീസ് അന്വേഷിച്ചോ? അതോ അതിൻ്റെ കൺസേൺ പോലീസുകാർ അന്വേഷിച്ചോ? എന്നിട്ട് കൗൺസിലേഴ്സിന് എന്ത് ചെയ്തു? അവരെ വിളിച്ച് ചോദ്യം ചെയ്തോ? അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വിശദീകരിക്കുന്നതിനകത്ത് പോലും അന്യായമുണ്ടെന്നാണ് ഞാൻ പറയുക.